ഇപ്പൊ നമുക്ക് അറിയാം, ചില ബലഹീന നിമിഷം കൊണ്ട് ചില കുട്ടികളോട് പോലും മോശമായിട്ട് പെരുമാറുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ പോസ്കോ കേസിലും ഒക്കെ പെടുന്ന ചില സാഹചര്യങ്ങൾ. അതുപോലെ ചില ബലഹീന നിമിഷങ്ങളിൽ ചില സ്ത്രീ വിഷയത്തിൽ പെടുന്ന വ്യക്തികൾ, ചിലപ്പോൾ ആ വ്യക്തിക്ക് ആ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള വ്യക്തിയായിരിക്കും. അതുപോലെ ആരും കാണുന്നില്ലെന്നോർത്ത് ചില വസ്തുക്കൾ മോഷ്ടിക്കുന്ന അവസ്ഥ. പക്ഷേ ഒരു നിമിഷം അയാൾ പിടിക്കപ്പെടുമ്പോൾ ഒരു നിമിഷം കൊണ്ട് അയാളുടെ ആ സമൂഹത്തിലുള്ള വിലയും നിലയും മുഴുവൻ ഇടിഞ്ഞ് വീഴുക. പ്രിയപ്പെട്ടവർ, ഇതാണ് പാപത്തിന്റെ ഭീകരത. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ തൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം മുഴുവൻ ഒഴുക്കി അവിടുന്ന് നമുക്ക് വേണ്ടി പെടഞ്ഞ് പീഡ സഹിച്ച് മരിച്ചത് നമ്മളെ വിലയുള്ളവരാക്കി മാറ്റാനാണ്. നമ്മുടെ പാപത്തിന്റെ കറകൾ, ഇപ്പോൾ കരിമ്പിനൊക്കെ കളയാനായിട്ടും കറ കളയാനൊക്കെ ഒത്തിരി കെമിക്കൽസും അത്തരത്തിലുള്ള ചില മരുന്നുകളും പൊടികളും സോപ്പും ഒക്കെ കമ്പനികൾ ഇറക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിൽ പറ്റിയിരിക്കുന്ന പാപത്തിന്റെ കറകളെ, പാപമാലിന്യങ്ങളെ, ആ അഴുക്കിനെ, നമ്മുടെ പാപ സ്വഭാവങ്ങളെ, നമ്മളുടെ തഴക്ക ദോഷങ്ങളെ നീക്കം ചെയ്യാനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്തിനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു കെമിക്കലിനും ഒരു ശക്തിക്കും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമ്പുരാന്റെ സന്നിധിയിലേക്ക് നിന്റെ ജീവിതത്തെ ഒരു നിമിഷം കൊടുക്കുക. ഇപ്പോൾ നീ മാന്യനായിരിക്കാം, മര്യാദക്കാരനായിരിക്കാം, ചിലപ്പം സമൂഹത്തില് സഭയിലൊക്കെ ശ്രേഷ്ഠനായിരിക്കാം. എന്നാൽ ഒരു നിമിഷം നീ എടുത്ത ആ വിപരീത തീരുമാനത്തിന്റെ പരിണിത ഫലമായിട്ട് നീ അവിടെ തകർന്ന് തരിപ്പണമാകപ്പെടുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് നിന്നെ തന്നെ പൂർണ്ണമായിട്ട് കഴുകാനായിട്ട്, നിന്നിലെ പാപത്തിന്റെ കറകളെ, ബലഹീനതയുടെ കറകളെ കഴുകി നീക്കപ്പെടുവാനായിട്ട് നീ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുക. നിന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നീ അവിടുത്തെ ബലിവേദിയിൽ സമർപ്പിക്കുക. ഓരോ പരിശുദ്ധ ബലിയിലും, തമ്പുരാനെ, ഞാൻ അയോഗ്യനാണ്, ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ്, എന്നിൽ കുറവുകളുണ്ട്, എനിക്ക് ഒരു യോഗ്യതയുമില്ല, എന്നെ ഒന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഹൃദയം കൊണ്ട് നീ ഏറ്റുപറഞ്ഞ് നിന്നെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട്, നിന്നെ തന്നെ ഒന്ന് വെച്ചു കൊടുക്കാനായിട്ട് സാധിച്ചാൽ പൊന്നുതമ്പുരാൻ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ, അവിടുത്തെ വചനത്തിന്റെ യോഗ്യതയാലും, അവിടുത്തെ പരിശുദ്ധ ബലിയുടെ മഹത്വത്താൽ നിന്നെ വിശുദ്ധീകരിക്കും.